നമസ്കാരം, ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാജ്യമൊട്ടാകെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണം. നമ്മുടെ കോട്ടയത്തു നിന്നും അയോധ്യ ക്ഷേത്രത്തിലേക്ക് ഒരു തീർത്ഥാടനം നടത്തുകയാണ് ഒരു തൃക്കൊടിത്താനം സ്വദേശിയായ ഇ.പി. ഷാലു. ഇദ്ദേഹത്തിൻ്റെ തീർത്ഥാടനത്തിന് വലിയൊരു ലക്ഷ്യമുണ്ട്. തൃശ്ശൂരിൽ BJPയുടെ സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതുന്ന സുരേഷ് ഗോപിയുടെ വിജയത്തിനായാണ് ഇപ്പോൾ അദ്ദേഹം യാത്ര ആരംഭിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അദ്ദേഹം തൻ്റെ ഒരു ഉന്തുവണ്ടിയിൽ ആറന്മുള പള്ളിയോടം സ്ഥാപിച്ച ശേഷം ആ പള്ളിയോടത്തിലാണ് ഇദ്ദേഹം അയോധ്യയിലേക്ക് കാൽനടയായി ഈ ഉന്തുവണ്ടി തള്ളിക്കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. ഇന്ന് രാവിലെ തൃക്കൊടിത്താനം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച യാത്രയാണ് ഇപ്പോൾ നമ്മുടെ കോട്ടയത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. ഷാലിച്ചേട്ടാ, ഇത് എന്താണ് ഈ ഒരു യാത്രയുടെ ലക്ഷ്യം? എന്തൊക്കെയാണ് ഈ യാത്ര കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇത് എനിക്ക് സുരേഷ് ഗോപി സാറിന് തൃശ്ശൂരിൽ അദ്ദേഹം വിജയിക്കാൻ വേണ്ടി എൻ്റെ ഒരു സമർപ്പണമാണ്. ഈ ആറന്മുള പള്ളിയോടം ഇത് ഞാൻ കാൽനടയായി നമ്മുടെ ശ്രീരാമക്ഷേത്രത്തിലേക്ക് അയോധ്യയിലേക്ക് കാൽനടയായി എത്തി അദ്ദേഹത്തിൻ്റെ പേരിൽ സമർപ്പിക്കാൻ വേണ്ടിയാണ് എൻ്റെ യാത്രയുടെ ഉദ്ദേശം. ഇതെങ്ങനെയാണ് ഈ ഒരു യാത്ര? ഈ വാഹനം ഇതെന്താണ് ഈ വാഹനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനൊരു വാഹനം ഞാൻ കയ്യിലെടുത്തുകൊണ്ട് പോകാനത് ബുദ്ധിമുട്ടാണ്. ഇത്രയും വലിപ്പമുള്ളൊരു വള്ളമാണ്. അതുകൊണ്ട് ഈ വാഹനം ഉരുട്ടിക്കൊണ്ട് പോകാം. എങ്കിലും നമുക്കത് എല്ലാം എന്താണ് നമുക്ക് ഇത് ചെയ്യുന്നെല്ലാം പ്രിൻ്റൊക്കെ അടിച്ച് ആൾക്കാർക്ക് കാണാനും ഉള്ള രീതിയിലാണ് ചെയ്തുകൊണ്ട്. ആറന്മുള പള്ളിയോടമാണ്. അതെ, ആറന്മുള പള്ളി എന്തിലുണ്ടാക്കിയിരിക്കുന്നതാണ്? ഇത് ആഞ്ഞിലിയും തേക്കുമാണ്. ഇത് വെള്ളത്തിൽ ഇറക്കാം. അമ്പലക്കുളത്തിൽ ഇറക്കി നീരാടിച്ച് പൂജിച്ച് അവിടുന്ന് യാത്ര ചെയ്യാനാണ് തീരുമാനിച്ചത്. ഇത് രാവിലെ എവിടെ നിന്നാണ് ആരംഭിച്ചത്? രാവിലെ തൃക്കൊടിത്താനം അമ്പലത്തിൽ നിന്നാണ് അത് തുടങ്ങിയത്. തൃക്കൊടിത്താനം ക്ഷേത്രത്തിലാണ്. അതെ അതെ. ഇത് എന്തൊക്കെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത? എങ്ങനെയാണ് നമ്മൾ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്? യാത്രയ്ക്ക് എന്തെങ്കിലും സഹായങ്ങൾ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ടോ? എങ്ങനെയാണ്? ഇല്ല, അങ്ങനെ കാര്യമായ സഹായ കാര്യങ്ങളും ഇല്ല. എൻ്റെ ഒരു സംഘടനയുണ്ട്, ഹിന്ദു സേവാ സംഘം, കൊല്ലത്തിൽ രജിസ്റ്റർ ചെയ്ത സംഘടനയാണ്. അപ്പോൾ അദ്ദേഹം രാവിലെ വന്നായിരുന്നു ഈ യാത്രയുടെ തുടക്കത്തിൽ. അവരുടെ ഒരു സഹകരണമുണ്ട്. അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് തീരുമാനിച്ച ഒരു യാത്രയാണിത്. എനിക്ക് സുരേഷ് ഗോപി സാറ് അവിടെയും ജയിച്ച് കാണുന്നുള്ള എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. അതിന് ഉള്ള എൻ്റെ സമർപ്പണം, എൻ്റെ ആത്മസമർപ്പണമാണ് ഈ 2500 കിലോമീറ്റർ യാത്ര. 2500 കിലോമീറ്റർ. അത് എങ്ങനെയാണ് ഈ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഏതെങ്കിലും വിശ്രമ കേന്ദ്രങ്ങൾ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ക്രമീകരിക്കാൻ ഉദ്ദേശിക്കുന്നു? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ 18 വർഷമായിട്ട് ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഇതിനു വേണ്ടിയാണ് ഇന്ന് ഇത്രയും ദൂരം നടക്കുന്നത്. ദൈവം സഹായിച്ച് ഒരു കുഴപ്പമൊന്നുമില്ല, കാലിനും പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനൊരു 30-40 കിലോമീറ്റർ ഡെയിലി നടക്കുക. അമ്പലങ്ങളിലോ അടുത്തുള്ള പള്ളികളിലോ എവിടെയാണോ എത്തുന്നത് അവിടെ താമസിച്ച് വീണ്ടും പിറ്റേ ദിവസം രാവിലെ അവിടുന്ന് യാത്ര ചെയ്യുക. അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്കിപ്പോൾ കോട്ടയത്ത് ഏതെങ്കിലും പോയിന്റുകൾ നമ്മളൊരു ഹോൾട്ടിന് വേണ്ടി കണ്ടെത്തിയിട്ടുണ്ടോ? കോട്ടയത്ത് ഏറ്റുമാരാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. ഇപ്പോൾ കോട്ടയത്ത് BJP ഓഫീസിലേക്ക് വിളിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കയറിയിട്ട് വേണം പോകാൻ. ഇത് ഈ ഒരു ഐഡിയ എങ്ങനെ? എന്താണ് ഇത്തരം ഒരു ഐഡിയ? ഒരു അയോധ്യയിലേക്ക് ഒരു യാത്ര നടത്തി സുരേഷ് ഗോപിയുടെ വിജയത്തിന് അയോധ്യയിലേക്ക് ഒരു യാത്ര നടത്താനുള്ള ഒരു ഐഡിയ എങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടായത്? എല്ലാവരും സുഖിമാന്മാരും സുഖിച്ച് ജീവിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ യാത്ര എൻ്റെ സമർപ്പണമാണ്, എൻ്റെ കഷ്ടപ്പാടാണ്. അത് കണ്ടെങ്കിലും മറ്റുള്ളവർ ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി വരണം, അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന കള്ളങ്ങൾക്ക് ഒരു മറുപടി എന്ന നിലയിൽ അദ്ദേഹം അവിടെ ജയിക്കണം. ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്ന ഒരു ഹൃദയവിശുദ്ധിയുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടം. ഈ ഒരു വള്ളം എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ചേട്ടൻ തന്നെ സ്വന്തം ഇത് പ്രകാരം ഉണ്ടാക്കിയിരിക്കുന്നതാണോ അതോ? അതെ, ഞാൻ 7 വർഷമായിട്ട് ഈ വള്ളത്തിൻ്റെ ഫീൽഡാണ് നിൽക്കുന്നത്. എനിക്ക് നേരത്തെ ഒരു കടയുണ്ടായിരുന്നു പുളിക്കീഴ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, തിരുവല്ലയിൽ. അപ്പോൾ അവിടെ കട നിർത്തി എനിക്കിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കട തുടങ്ങണം. യാത്ര കഴിഞ്ഞ് വന്നിട്ടാണ് തുടങ്ങുന്നത്. ഇത് ഏത് നീളത്തിലും ഞാൻ വയനാട് പടിഞ്ഞാറേത്തറ താജ് ഹോട്ടലിന് ഞാൻ വള്ളം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യയുടെ പല ഭാഗത്തും വിദേശത്തേക്കെല്ലാം ഈ സാധനം കൊടുത്തിട്ടുണ്ട്. ഇപ്പം അല്പം ഡിമ്മാണ്. ഓൺലൈനായിരുന്നു ബിസിനസ് ഉണ്ടായിരുന്നത്. ഇപ്പം അല്പം ഡിമ്മാണ്. ഇപ്പം യാത്ര കഴിഞ്ഞ് വന്നിട്ട് ഇത് വീണ്ടും തുടങ്ങണം. എൻ്റെ ജീവിതപാത ഇതാണ്. ഈ വള്ളം ഉണ്ടാക്കി വിൽപ്പനയാണ് ചെയ്യുന്നത്? അതെ അതെ. അതെല്ലാം ഈ ടീം തേക്കും തന്നെയാണോ? ആഞ്ഞിലി, മഹാഗണി, തേക്ക് ഇതാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ ഈ വാഹനം ഉണ്ടാക്കിയിരിക്കുന്നത് അതെന്തൊക്കെയാണ് ഈ വാഹനത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്? വാഹനത്തിന് വീട്ടിലുണ്ടായിരുന്ന വേസ്റ്റ് തടികളൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ്. സ്ക്രൂ ആണ് മൊത്തം ചെയ്തേക്കുന്നത്. മോളുടെ സൈക്കിളിന്റെ ഫ്രണ്ട് വീൽ എടുത്താണ് ട്വിസ്റ്റ് ചെയ്യാവുന്ന ഒരു സിംഗിൾ വീലൂടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ
ആക്രിക്കടയിൽ നിന്ന് 2 ടയർ മേടിച്ചു. പിന്നെ ടയർ നമുക്ക് പോകുന്ന വഴിക്ക് എവിടെ നിന്ന് വെള്ളം മാറ്റാം. വണ്ടിക്ക് വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ല. ഈ ഒരു ദിവസം ഒരു 40 കിലോമീറ്റർ വീതം നടക്കുകയാണല്ലോ നമ്മൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് അവിടെ എത്തുന്നത്? എത്ര ദിവസം കൊണ്ട് എത്താൻ സാധിക്കും? എങ്ങനെയാണ് അതിന്റെ ഒരു കാൽക്കുലേഷൻ എങ്ങനെയാണ്? ശരാശരി 40 ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും 2500 കിലോമീറ്റർ ആണ്. 60-62 ദിവസം കൊണ്ട് എത്തണം. പക്ഷേ നമ്മൾ 7 ദിവസം കണക്കാക്കും. നമുക്ക് വിശ്രമം കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ തൃശ്ശൂരിൽ നിന്ന് എൻ്റെ കൂടെ വരാൻ കുറച്ച് ആൾക്കാർ തയ്യാറായി നിൽപ്പുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങളൊരു തീർത്ഥാടന ഒരു കൂട്ടായ്മയായിട്ട് യാത്ര ചെയ്യും. അപ്പോൾ ഈ കേരളത്തിൽ നമ്മൾ എത്ര ദിവസം കൊണ്ട് കേരളം കവർ ചെയ്യും? അതിനുശേഷം എങ്ങനെയാണ് നമ്മൾ ഈ വിശ്രമങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അതിന് എന്തെങ്കിലും പദ്ധതികളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ഇപ്പോൾ തുടങ്ങിയത് പിന്നെ തൃക്കൊടുത്താനം തുടങ്ങി, ഏറ്റുമാരമ്പലത്തിൽ, നാളെ കൂത്താട്ടുകുളം, മറ്റന്നാൾ മൂവാറ്റുപുഴ, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത സ്റ്റേജ് ഒരു 40 കിലോമീറ്റർ എത്തുന്ന സ്റ്റേജ്. അങ്ങനെ ഒരു 5 ദിവസം കൊണ്ട് തൃശ്ശൂർ എത്തുന്നു. തൃശ്ശൂർ ഒരു 3 ദിവസം സുരേഷ് ഗോപി സാറിൻ്റെ മണ്ഡലത്തിൽ ഇതൊരു വാഹനത്തിൽ കയറ്റി, അത്രയും ദൂരം ഇങ്ങനെ നമുക്ക് നടക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരു വാഹനത്തിൽ കയറ്റി തൃശ്ശൂർ മണ്ഡലം ഒന്ന് ചുറ്റിക്കറങ്ങിയതിന് ശേഷം വീണ്ടും കാൽനടയായിട്ട് തന്നെ യാത്ര തുടർന്ന് പോകാനാണ്. ഇതിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക സഹായമൊക്കെ ആരെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? ഇത്രയും കിലോമീറ്റർ പോകുന്നതാണ്, സ്വന്തം കയ്യിൽ നിന്ന് പണം എടുത്തിട്ടാണോ പോകുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു? ഇല്ല, ഞാൻ ഒരു സംഭാവന ഒരു സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ആൾക്കാർ ഇടുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ അധികം കാര്യമൊന്നുമില്ല. ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ്. അപ്പം അദ്ദേഹത്തോട് ഇഷ്ടം കൊണ്ടുള്ള യാത്രയാണ്. അപ്പോൾ ഇത്രയും കാര്യം സ്വന്തം കാശിനാണ് ചെയ്തത്. ബാക്കി ഇനി ദൈവം സഹായിച്ച് ആൾക്കാരെ ഹെൽപ്പ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകും. തീർച്ചയായിട്ടും. ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ബന്ധമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഒന്നുമില്ലായിരുന്നു. എനിക്ക് നരേന്ദ്രമോദിജിനെ ഇഷ്ടമാണ്, സുരേഷ് ഗോപിനെ ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ഇഷ്ടത്തിൻ്റെ ആധിക്യം കൊണ്ടാണ് പോകുന്നത്. മോദിജിയെ കാണാൻ വേണ്ടി ഞാൻ ഒരു 8 മാസം മുമ്പ് ബൈക്കിൽ യാത്ര ചെയ്ത് ഡൽഹിയിൽ പോയായിരുന്നു. അവിടെ 2 വള്ളം ഞാൻ BJP ഹെഡ്ക്വാർട്ടേഴ്സിൽ ശ്രീ മഹേന്ദ്ര പാണ്ഡേജിയുടെ കയ്യിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു 8 മാസം മുമ്പ്. അത് ജനം ടി വിയിലൊക്കെ വന്നതാണ്. അതിനുശേഷം ഇത് 2ാമത്തെ യാത്രയാണ്. അത് ഒറ്റയ്ക്കാണ് പോയത്. ഭാഷ അറിയില്ല, മലയാളം അല്ലാത്തൊരു ഭാഷ എനിക്കറിയില്ല. പക്ഷെ കേരളം വിട്ടു കഴിഞ്ഞാൽ ഒരു കലാകാരന് കിട്ടേണ്ട എല്ലാ ബഹുമാനങ്ങളും മറ്റ് സംസ്ഥാനങ്ങളും കിട്ടുന്നുണ്ട്. കേരളത്തിന് അതില്ല കേട്ടോ, ഇല്ലെന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഈ ഒരു യാത്ര ഇങ്ങനെ പോകുമ്പോൾ ഈ ഇത്തരത്തിൽ ഒരു ഐഡിയ വന്ന സമയത്ത് എന്താണ് നമ്മൾ വേറെ ആരോടെങ്കിലും കൂട്ടുകാരോടോ സുഹൃത്തുക്കളോടോ വീട്ടുകാരോടോ ഒക്കെ ആലോചിച്ചിരുന്നു? ഇങ്ങനെ പോകാൻ ആലോചിക്കുന്നു, എന്താ അതിൻ്റെ ഒരു തീരുമാനം അല്ലെങ്കിൽ പിന്തുണ എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നു ആരോടെങ്കിലും? ഇല്ല, എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ സ്വഭാവം അറിയാം. ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ ഒരിക്കലും അതിന് പിന്മാറി പോകില്ലെന്ന് അവർക്കറിയാം. അവളെപ്പോഴും എനിക്ക് പിന്തുണ തന്നെയാണ്. പിന്നെ മറ്റുള്ള ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ വ്യക്തിപരമായിട്ടാണ് ഒരുപാട് ആൾക്കാരുണ്ട്. അത് യാതൊരുവിധ പ്രോത്സാഹനം ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം ദൂരത്തിൻ്റെ ഒന്നല്ല, അതങ്ങനെയാണ്. അത് ഇപ്പം അങ്ങനെ പറയാൻ പറ്റുന്നില്ലാത്തതുകൊണ്ടാണ്. ഇത് മറ്റ് ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്, കാശിയുണ്ട്, രാമേശ്വരമുണ്ട്, അങ്ങനെ പല തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. എന്നിട്ടുണ്ട് ഈ അയോധ്യ തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണമുണ്ട്. രാംലല്ല എന്നത് ഒരു പ്രതീകമാണ് ഇന്ത്യയുടെ. കാരണം മോദിജി വന്നതിന് ശേഷമാണ് ഇതൊന്ന് പ്രാവർത്തി നോക്കാൻ കഴിഞ്ഞത്. അദ്ദേഹം അതിനുവേണ്ടി ശ്രമിച്ചു. അതിൻ്റെ കൂടെ ഇന്ത്യ മുഴുവൻ നന്നായി. ഇന്ത്യ നന്നാകാത്ത സംസ്ഥാനം ചുരുക്കം ഒരു സ്ഥലം കേരളമാണ്. അപ്പോൾ ഇവിടെയും കൂടി അദ്ദേഹത്തിൻ്റെ ഒരു കൃപാകടാക്ഷം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ മുഴുവനും, ഭാരതം മുഴുവനും ഇപ്പം വളരെയധികം പുരോഗമനപരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിലേക്ക് എത്തും. അത് എത്താൻ വേണ്ടിയാണ് എൻ്റെ യാത്ര. ഈ ഭാരതത്തിന്റെ പുരോഗമനം ഈ കേരളത്തിലേക്ക് കൂടി എത്തുക എന്നൊരു ലക്ഷ്യമാണ് ഉള്ളത്. തീർച്ചയായിട്ടും. ഒപ്പം സുരേഷ് ഗോപിയുടെ വിജയം അതാണ് ഏറ്റവും അത്യാവശ്യം. പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ ഈ യാത്രയിൽ മോദിജിയെയും ഒന്ന് കാണണം, എനിക്ക് യോഗി ആദിത്യനാഥ്ജിയെയും ഒന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട്. ദൈവം സഹായിച്ച് നടക്കുവാണെങ്കിൽ നടക്കട്ടെ, അത്രയേ ഉള്ളൂ. ഏതായാലും ചേട്ടന് ഏതായാലും ആശംസകൾ. ഇത്തരത്തിൽ പോകുന്ന ഒരു യാത്ര വളരെ വ്യത്യസ്തമായ ഒരു യാത്രയാണ്. ചേട്ടന് യാത്ര തുടരുകയല്ലേ? കുഴപ്പമില്ല, തുടരാം, യാത്ര തുടരാം, പോകട്ടെ. ഷാലു EP എന്ന തൃക്കൊടുത്താനം സ്വദേശിയാണ് ഇത്തരത്തിൽ ഒരു കാൽനട ഉന്തുവണ്ടിയുമായി കാൽനടയായി അയോധ്യയിലേക്ക് യാത്ര തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആറന്മുള വള്ളത്തിൻ്റെ ആറന്മുള പള്ളിയോടത്തിൻ്റെ ഒരു മോഡലാണുള്ളത്. അദ്ദേഹമാണിപ്പോൾ നമ്മുടെ മുന്നിലൂടെ ഈ കടന്നു പോയിരിക്കുന്നത്. കോട്ടയം ജില്ലയിൽ ഇദ്ദേഹം പ്രവേശിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ തൃക്കൊടുത്താനത്തു നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിച്ചത്. ഈ യാത്ര അയോധ്യയിലേക്ക് 70 ദിവസം കൊണ്ട് അയോധ്യയിലെത്തും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും സുരേഷ് ഗോപിയുടെ വിജയത്തിനായി, തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിനായി നരേന്ദ്രമോദിയിലൂടെ കേരളം വികസിക്കണം എന്നുള്ള ഒരു ലക്ഷ്യമിട്ടുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു.